ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആഡാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലേസിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഈ രണ്ട് റെഫറൻസ് ഇമേജ് വെച്ചിട്ട് ഒരു ലേസിൻ്റെ ഒരു ആഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു എലവേറ്ററിൽ നിന്ന് ലേസിൻ്റെ പാക്കറ്റുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ആഡ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ 3 റെഫറൻസ് ഇമേജും നമുക്ക് എടുത്തിട്ട് ChatGPTയിലേക്ക് കൊണ്ടുപോകാം. പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പവർഫുൾ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ആർട്ട് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി. 90:60 റേഷ്യോ ഇങ്ങനെ പറഞ്ഞ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പ്രോംപ്റ്റ് എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ പ്രോംപ്റ്റ് വരുന്നുണ്ട്. നമുക്ക് കൊടുത്ത പോലെ തന്നെ പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. സിനിമാറ്റിക് ലൈറ്റിംഗ്, പ്രീമിയം, അഡ്വർടൈസിങ് സ്റ്റൈല്, 90:60 റേഷ്യോ. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്തിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ആ 3 ഇമേജ് ഒന്നുകൂടി ഡ്രാഗ് ചെയ്തിടണം. ഡ്രാഗ് ചെയ്തിട്ട് നമുക്കൊരു ഫയൽ ഔട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ക്രിയേറ്റ് ഇമേജ് എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കാം. നമ്മൾ ക്രിയേറ്റ് ഇമേജ് എന്ന് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പ്രോംപ്റ്റ് വീണ്ടും തന്നെ അങ്ങനെ തന്നെ വരും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് നമുക്ക് ഇതിൽ എനിക്ക് നന്നായിട്ട് തോന്നുന്നത് റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പ്രോഡക്റ്റായിട്ട് സിമിലറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കത് സേവ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് രണ്ടാമത്തെ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യാം, ഫൈനൽ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യാം. ഇതിന് ഫസ്റ്റ് ഫ്രെയിം വേണം. ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഈ ലേസും പാക്കറ്റും ഒന്നും വേണ്ട, എലവേറ്റർ ക്ലോസ് ചെയ്ത് നിൽക്കുന്നൊരു ഫ്രെയിമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതുപോലെ ടെക്സ്റ്റ് സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമേജ് നോക്കാം. ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് ഇമേജ്. എലവേറ്റർ ക്ലോസ് ചെയ്തിട്ട് ലേസൊക്കെ മാറ്റി നമുക്കിത് ഫസ്റ്റ് ഫ്രെയിമായിട്ട് സേവ് ചെയ്യാം. ഫസ്റ്റ് ഫ്രെയിമായിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ഗൂഗിൾ ഫ്ലോയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോംപ്റ്റ് വേണം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ വീഡിയോ നമ്മൾ ഗൂഗിൾ ഫ്ലോയിലാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോംപ്റ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ സിമ്പിളായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു എലവേറ്റർ തുറന്നിട്ട് നമ്മുടെ ലേസ് പാക്കറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. സിനിമാറ്റിക് രീതിയിലൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞാണ്. സിനിമാറ്റിക് ക്യാമറ യൂസ് ചെയ്യും, പാൻ, സൂം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവർ നല്ലൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫ്രെയിമും സെക്കൻഡ് ഫ്രെയിമും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് രണ്ടും അനലൈസ് ചെയ്തിട്ട് നല്ലൊരു പ്രോംപ്റ്റ് വീഡിയോന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻ്റർ അടിച്ച് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രോംപ്റ്റ് ആവുന്നുണ്ട്. അവിടെ പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കിത് നേരെ എടുത്തിട്ട് കോപ്പി ചെയ്യാം. ഇതാണ് അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ്. നമുക്ക് ടെക്സ്റ്റ് ടു വീഡിയോ മാറ്റിയിട്ട് നമുക്ക് ഫ്രെയിം ടു വീഡിയോ ആക്കാം. ഫസ്റ്റ് ഫ്രെയിം നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത്തിരി സ്ലോ ആയിട്ട് വരുള്ളൂ. ഫസ്റ്റ് ഫ്രെയിം അപ്ലോഡ് ചെയ്യാം. ഇതിൽ ലാൻഡ്സ്കേപ്പ് വേണ്ടിയിട്ട് പോർട്രേറ്റ് ആക്കാം. ക്രോപ്പ് ആൻഡ് സേവ് കൊടുക്കാം. നമുക്കിനി സെക്കൻഡ് ഫ്രെയിം അപ്ലോഡ് ചെയ്യാം. സെക്കൻഡ് ഫ്രെയിം അപ്ലോഡ് ചെയ്യാം. സെക്കൻഡ് ഫ്രെയിമും ക്രോപ്പ് ആൻഡ് സേവ് കൊടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ഫ്രെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക്
പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യാം. സെറ്റിങ്സ് എല്ലാം ഡീഫോൾട്ട് ആയിട്ട് വെച്ചാൽ മതി, എല്ലാം ഡീഫോൾട്ട്. പേസ്റ്റ് ചെയ്യാം. പ്രോംപ്റ്റ് വെച്ച് എൻ്റർ കൊടുക്കാം. എൻ്റർ കൊടുത്തപ്പോൾ ചെറിയ പ്രശ്നം, നമ്മളെ ക്രെഡിറ്റ്സ് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ചെയ്തൊരു വീഡിയോ കാണിച്ചു തരാം. 720 ആയിട്ട് 4K ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ അപ്ഗ്രേഡ് ചെയ്യണം. 720 ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ വീഡിയോ നോക്കാം. ലൈസ് പാക്കറ്റ് ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അവസാനം ഒരു പാക്കറ്റ് ഫ്രണ്ടിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. വീഡിയോ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്.